തിരുവനന്തപുരം വഞ്ചിയൂരിൽ വീട്ടിൽ കയറി സ്ത്രീയെ വെടിവെച്ച കേസിൽ പ്രതിക്കായി അന്വേഷണം തുടരുന്നു. ആക്രമണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണെന്നാണ് പോലീസ് നിഗമനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, പ്രതിയെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എത്തരത്തിലാണ് വിശദാംശങ്ങൾ? കാളിദാസൻ, പ്രതിയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ പ്രതി യാത്ര ചെയ്ത കാറിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ശരിക്കും ധാരണയുള്ളത്. അതായത് ഈ പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ യുവതിയെ വെടിവെക്കാൻ എത്തിയ ആ ഒരു സാഹചര്യത്തിൽ ആ പ്രദേശത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും കാറ് യാത്ര ചെയ്തു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഒരു സിൽവർ നിറത്തിലുള്ള ഒരു സെലറിയോ കാറാണെന്ന് മാത്രമാണ് അറിയാൻ സാധിച്ചത്. അതിൽ സ്വിഫ്റ്റ് കാറിൻ്റെ നമ്പർ പ്ലേറ്റാണ് വെച്ചിരുന്നത്. അതായത് വ്യാജ നമ്പർ പതിപ്പിച്ച കാറായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. ഇതേ കാർ ആറ്റിങ്ങൽ ഭാഗത്തേക്ക് യാത്ര ചെയ്തതായാണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ. ഏതായാലും പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. ഏതായാലും ഈ യുവതിയെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇതുവരെ കൃത്യമായി ലഭിച്ചിട്ടില്ല. ഇതാരാണ് ഈ കൃത്യം ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം ഈ ആക്രമണത്തിൽ ഇരയായ യുവതിയെ പോലീസ് മൊഴിയെടുത്തിരുന്നു. ആ മൊഴിയിൽ നിന്നും വ്യക്തമായത് ഇത് വന്ന് ആക്രമിച്ച കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഈ കുടുംബത്തെയോ ഈ ഷിനിയെയോ ആക്രമിക്കാൻ തക്കവണ്ണം ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും കുടുംബത്തോടോ ഷിനിയോടോ വ്യക്തിവൈരാഗ്യമുള്ള ആരോ തന്നെയാണ് ഈ ആക്രമണം നടത്തിയതെന്നുള്ളൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം ഈ കുടുംബത്തിൻ്റെയും ഷിനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസിന് ഇപ്പോൾ അന്വേഷണം നടത്താൻ സാധിക്കുന്നത്. ഏതായാലും പ്രതിയെ കുറിച്ചുള്ള സൂചന ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ഉടൻ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും നിലവിൽ പോലീസ് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും വളരെ വൈകാതെ തന്നെ അത് സാധിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. കാളിദാസൻ, തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികം ലഭിച്ചിട്ടില്ലെങ്കിലും പ്രതി സഞ്ചരിച്ച കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപ്രകാരം അന്വേഷണം പുരോഗമിക്കുകയാണ്, തുടരുകയാണ്. വിശദാംശങ്ങളാണ് വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്.